Hello everyone, welcome to Anderson's Chemistry. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീറ്റ് എക്സാം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന +1 ഒന്നാമത്തെ കെമിസ്ട്രി ചാപ്റ്ററിനെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ളതും നടത്തിയതുമായ എക്സാം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത്. അത് കാണാത്ത സുഹൃത്തുക്കൾക്കായി ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ദയവായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൾ എന്ന് കൊടുക്കുന്നതിലൂടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം: An organic compound contains carbon, hydrogen and oxygen. Its elemental analysis gave carbon 38.71%, hydrogen 9.67% and oxygen 51.62%. The empirical formula of the compound would be. ചോദ്യം മനസ്സിലാക്കാൻ വിശ്വസിക്കുന്നു. 3 എലമെന്റുകൾ തന്നിട്ടുണ്ട്: കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഈ 3 എലമെന്റുകളും കമ്പൈൻ ചെയ്ത ഒരു കോമ്പൗണ്ടിന്റെ എംപിരിക്കൽ ഫോർമുലയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിട്ടുള്ളത് ഈ 3 എലമെന്റ്സിന്റെ പെർസെന്റേജ് അബണ്ടൻസ് ആണ്, പെർസെന്റേജ് കോമ്പോസിഷൻ ആണ്. കാർബണിന്റെ 38.71%, ഹൈഡ്രജൻ 9.67%, ഓക്സിജൻ 51.62%. ഇത് കാൽക്കുലേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ടൈം എടുക്കും, പെട്ടെന്ന് ചെയ്യുക. നമുക്ക് നോക്കാം പെട്ടെന്ന് എങ്ങനെ ചെയ്യാം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ടാബിൾ നോക്കാം. എലമെന്റ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പെർസെന്റേജ് കോമ്പോസിഷൻ നമ്മൾ എഴുതുന്നത് കാർബണിന്റെ 38.71% ആണ്, ഹൈഡ്രജൻ 9.61, ഓക്സിജൻ 51.62. അറ്റോമിക് മാസ് കാർബൺ എത്രയാണ്? 12, ഹൈഡ്രജൻ 1, ഓക്സിജൻ 16. നെക്സ്റ്റ് എന്താണ്? പെർസെന്റേജ് കോമ്പോസിഷൻ ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്. അറ്റോമിക് മാസ് ഡിവൈഡ് ആണ് ഇതിനെ പെർസെന്റേജ് കോമ്പോസിഷൻ. നമുക്ക് പെട്ടെന്ന് ചെയ്ത് നോക്കാം. 38.71 നമുക്ക് ടു ഡിസിപ്ലിൻസ് പിന്നീട് മാറ്റിയാൽ മതിയായിരിക്കും. സോ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. ഇവിടെ 3.22, ഇത് 9.61 ഡിവൈഡ് ബൈ 1 ചെയ്യുമ്പോൾ 9.61 തന്നെ വരും. നെക്സ്റ്റ് ഇവിടെ വീണ്ടും 51.62 ഡിവൈഡ് ബൈ 16. So ഇവിടെ 3.22, 9.61, 3.22. അടുത്ത സിമ്പിൾ റേഷ്യോ എങ്ങനെയാണ് ചെയ്യുന്നത്? 3 നമ്പേഴ്സ് ഉണ്ട്, അതിലെന്ത് ചെയ്യണം? ലീസ്റ്റ് നമ്പർ നോക്കുക, അതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. സോ 3.22 ഡിവൈഡ് ബൈ 3.22 1. ഇവിടെയും അത് തന്നെ വരും. ഇനി 9.6 ചെയ്യുമ്പോൾ 9.6, വന്നു 1 3 1. സോ സിമ്പിൾ റേഷ്യോ 1 3 1 എന്ന് പറയുമ്പോൾ ഞാൻ മാറ്റിയാണ്, താഴത്തെ മാറ്റിയാണ്. ഓക്കെ, അപ്പൊ എംപിരിക്കൽ ഫോർമുല എങ്ങനെ പറയണം?
1 ആണ്. സോ സി എച്ച് എത്ര ഉണ്ട്? 3. സോ സി എച്ച് 3O1. സോ സി എച്ച് 3O ആണ് നമ്മുടെ ശരി ഉത്തരം. ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ബിയിലാണ് ഈ ഉത്തരം കാണാൻ കഴിയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ശരി. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, percentage of selenium in peroxidase anhydride enzyme is 0.5% by weight. തന്നിട്ടുണ്ട് സെലീനിയത്തിന്റെ അറ്റോമിക് വെയിറ്റ് തന്നിട്ടുണ്ട് 78.4. അതായത് സെലീനിയം അടങ്ങിയിരിക്കുന്ന ഒരു എൻസൈമാണ് പെറോക്സിഡൈസ് അൻഹൈഡ്രൈഡ്. ആ എൻസൈമിൽ സെലീനിയം അടങ്ങിയിട്ടുണ്ട്. എത്ര പെർസെന്റ് ആണ്? 0.5% ആണ് സെലീനിയം അടങ്ങിയിരിക്കുന്നത്. കൂടാതെ സെലീനിയത്തിന്റെ അറ്റോമിക് വെയിറ്റും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ then minimum molecular weight of peroxidase anhydride enzyme is, അങ്ങനെയാണെങ്കിൽ peroxidase anhydride എൻസൈമിന് ഫോം ചെയ്യാൻ പറ്റുന്ന മിനിമം മോളിക്കുലാർ വെയിറ്റ് എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1.568 into 10 raised to 4. ഓപ്ഷൻ ബി 1.568 into 10 raised to 3. ഓപ്ഷൻ സി 15.68. ഓപ്ഷൻ ഡി 2.136 into 10 raised to 4. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം പെറോക്സിഡേസ് അൻഹൈഡ്രൈഡ് എൻസൈമിന്റെ വെയിറ്റ് നമ്മൾ അസ്യൂം ചെയ്യുക x എന്ന്. ലെറ്റ് ദ വെയിറ്റ് ഓഫ് എൻസൈം ബി x. നമ്മൾ x എന്ന് അസ്യൂം ചെയ്തു. ഇനി x എന്ന് പറയുന്ന മൊത്തം മോളിക്കുലാർ വെയിറ്റിൽ എത്രയാണ് സെലീനിയത്തിന്റെ വെയിറ്റ് വരുന്നത്? 78.4. മനസ്സിലായോ? 78.4 എന്ന് പറയുന്നത് സെലീനിയത്തിന്റെ മാത്രം വെയിറ്റ് ആണ്. അത് അടങ്ങിയിരിക്കുന്ന എൻസൈമിന്റെ മൊത്തം വെയിറ്റ് നമ്മൾ എന്തെടുക്കുന്നു? x എന്ന് എടുക്കുന്നു. സോ ഫ്രാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയും? 78.4 divided by x. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷൻ ഓഫ് വെയിറ്റ്, സെലീനിയത്തിന്റെ മാത്രം വെയിറ്റ് ഡിവൈഡ് ബൈ x. അതെന്തിന് ഈക്വൽ ആണ്? 0.5%. 0.5% നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയും? 0.5 divided by 100. അപ്പൊ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? x കിട്ടുന്നു. x is equal to 78.4 into 100 divided by 0.5. ഇവിടെ സെയിം ഡെസിമൽ പ്ലേസ് ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ജസ്റ്റ് ഇത് മാത്രം ഡിവൈഡ് ചെയ്താൽ മതി. എന്നിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ ഉത്തരം ചെയ്യുമ്പോൾ 156 point something into 100 എന്ന് വരും. 2 decimal place ലെഫ്റ്റ് ആക്കുമ്പോൾ 1.56 into 10 raised to 4 എന്നാണ്. ഓപ്ഷൻ ഉണ്ടോ? 1.568 into 10 raised to 4 ഉണ്ട്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, which of the following fertilizers has the highest nitrogen percentage? തന്നിരിക്കുന്ന ഫെർട്ടിലൈസേഴ്സിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയിരിക്കുന്നത്? അത് പെർസെന്റേജിലാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ അമോണിയം സൾഫേറ്റ്, രണ്ടാമത്തെ കാൽസ്യം സയനമൈഡ്, ഓപ്ഷൻ സി യൂറിയ, ഓപ്ഷൻ ഡി അമോണിയം നൈട്രേറ്റ്. അപ്പോ ഇതിൽ ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ 4 കോമ്പൗണ്ടുകളുടെയും മോളിക്കുലാർ ഫോർമുലയാണ്. ഓക്കെ, അമോണിയം സൾഫേറ്റിന്റെ ഫോർമുല എന്താണ്? NH4SO4 ഇപ്പുറത്തോട്ട് കൊടുക്കുമ്പോൾ twice. So NH4 twice SO4.
ഇനി യൂറിയ നമുക്കറിയാം CONH2 ട്വൈസ്. CONH2 ട്വൈസ് ആണ് യൂറിയ. ഇനി അമോണിയം നൈട്രേറ്റ് ആണെങ്കിലോ NH4NO3. ഇനി കാൽസ്യം സൈനമൈഡ്, അത് നമുക്ക് കേട്ടിരിക്കാൻ വഴിയില്ല, സോ അത് വേറൊരു കോമ്പൗണ്ട് ആണ്. കാൽസ്യം സൈനമൈഡിന്റെ മോളിക്കുലർ ഫോർമുല നോട്ട് ചെയ്ത് വെച്ചോളൂ. CaCN2 കാൽസ്യം സൈനമൈഡ്. നമ്മളിൽ ഈ 4 കോമ്പൗണ്ടുകളുടെയും മോളിക്കുലർ മാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ നൈട്രജന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ അമോണിയം സൾഫേറ്റിന്റെ മോളിക്കുലർ മാസ് എത്ര വരും? നൈട്രജൻ അറ്റോമിക് മാസ് 14 into 28 plus hydrogen 4 into 2 8 plus sulfur atomic mass 32 plus oxygen 16 into 4 64. മുകളിൽ നൈട്രജന്റെ മാസ് മാത്രം വരും. സോ 2 into 14 28 ചെയ്തിട്ട് ഇൻറ്റു 100 എന്ന് പറയും. അതായത് ഈ ഭാഗം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 21.2% എന്ന് കിട്ടും. 21.2. അതുപോലെ ഓപ്ഷൻ ബി കാൽസ്യം സൈനമൈഡ്. കാൽസ്യം അറ്റോമിക് മാസ് 40 പ്ലസ് കാർബൺ 12 പ്ലസ് നൈട്രജൻ 28. കാരണം 2 നൈട്രജൻ ഉണ്ട്. 28 മുകളിൽ 28 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 35 എന്ന് വരും. 35% എന്ന് വരും. മൂന്നാമത്തേത് യൂറിയയാണ്. യൂറിയയുടെ മാസ് നമുക്ക് നോക്കാം. അറ്റോമിക് മാസ് ഇവിടെ 12 പ്ലസ് ഓക്സിജൻ ആകുമ്പോൾ 16 പ്ലസ് ഇവിടെ 28 പ്ലസ് 4 മുകളിൽ 28 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 28/60 ഇൻറ്റു 100. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 46.66% എന്ന് കിട്ടും. നെക്സ്റ്റ് നാലാമത്തത് അമോണിയം നൈട്രേറ്റ് ആണ്. അമോണിയം നൈട്രേറ്റിന്റെ മാസ് നൈട്രജൻ 2 ഉണ്ട്. സോ 28 പ്ലസ് ഹൈഡ്രജൻ 4 ഹൈഡ്രജൻ 4 പ്ലസ് 16 into 3 16 into 3 96 മുകളിൽ 28 into 100 ചെയ്യുമ്പോൾ നമുക്ക് 35 എന്ന് കിട്ടും. സോ 2 35 വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് 4 കോമ്പൗണ്ടുകളുടെയും നൈട്രജന്റെ പെർസെന്റേജ് കണ്ടുപിടിച്ചപ്പോൾ 46.66% ഉള്ളത് യൂറിയക്കാണ്. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി യൂറിയ ആണ് റൈറ്റ് ആൻസർ. നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നാലാമത്തെ ചോദ്യം, the number of moles of hydrogen molecules required to produce 20 moles of ammonia through Haber's process is. അതായത് Haber's process പറയുന്നത് നമുക്കറിയാം, പ്രൊഡക്ഷൻ ഓഫ് അമോണിയ ത്രൂ യൂസിങ് nitrogen and hydrogen in presence of iron as catalyst. നമുക്കറിയാം, അതാണ് Haber's process. ആ പ്രോസസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 20 moles of ammonia പ്രൊഡ്യൂസ് ചെയ്യാൻ
എത്ര മോൾ ഹൈഡ്രജൻ മോളിക്യൂൾസ് ആണ് ആവശ്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അധികം ട്വിസ്റ്റ് ഒന്നുമില്ല. നമ്മൾ മുന്നേ കഴിഞ്ഞ ക്ലാസ് ചെയ്തതുപോലെ സ്റ്റോഷിയോമെട്രി വെച്ച് മാത്രം ചെയ്താൽ മതി. ഇവിടെ ആദ്യം ഹെയ്ബേഴ്സ് പ്രോസസ്സിന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ്? N2 plus H2 giving 2NH3. ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ 2H ഇവിടെ 3. N2 plus 3H2 giving 2NH3. ഇവിടെ 1 മോളാണ്, ഇവിടെ 3 മോൾ, ഇവിടെ 2 മോൾ. തന്നിരിക്കുന്നത് 20 മോൾസ് ഓഫ് അമോണിയ. അതായത് ഈ കാണുന്ന അമോണിയ ഇവിടെ 2 മോൾസ് ആയിരുന്നു. നമുക്ക് 20 മോൾ ആക്കാൻ എന്ത് ചെയ്താൽ മതി? 20 മോൾ ആക്കുവാൻ ഇൻറ്റു 10 ചെയ്താൽ മതി. ഇൻറ്റു 10 ചെയ്യുമ്പോൾ 20 മോൾ ആകും. അങ്ങനെയെങ്കിൽ എത്ര മോൾ ഓഫ് ഹൈഡ്രജൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഇൻറ്റു 10 ചെയ്താൽ മതി. ഇതും അപ്പൊ നമുക്ക് 30 കിട്ടും. ഇത് ഇൻറ്റു 10 ചെയ്യുമ്പോൾ 10 മോൾ. നമുക്കത് ചോദിച്ചിട്ടില്ല. എന്നിരുന്നാലും ഇതിന്റെ അർത്ഥം നമ്മൾ ഒരു സ്റ്റോഷിയോമെട്രിക് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിൽ എന്ത് ഓപ്പറേഷൻ ചെയ്യുന്നുവോ അത് തന്നെ ആയിരിക്കണം റൈറ്റ് സൈഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇൻഡിവിജ്വൽ ചെയ്ത് 20 ആയി. കറസ്പോണ്ടിംഗ്ലി നമുക്ക് 30 എന്ന് കിട്ടിക്കഴിഞ്ഞു. സോ 30 വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ ഫ്രണ്ട്സ്, അഞ്ചാമത്തെ ചോദ്യം. ഇത് 2019 ഒഡീഷ നീറ്റിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പരിചയപ്പെടാം. അഞ്ചാമത്തെ ചോദ്യം. The density of 2 molar aqueous solution of sodium hydroxide is 1.28 grams centimeter inverse. The molarity of the solution is. അതായത് നമുക്ക് തന്നിരിക്കുന്നത് 2 മോളാർ കോൺസെൻട്രേഷൻ വരുന്ന സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ആ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ മൊളാലിറ്റി എന്താണ്? ഒരു കാര്യം തന്നിട്ടുണ്ട്, ഡെൻസിറ്റി എന്ന് പറയുന്നത് 1.28 ഗ്രാം സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഓപ്ഷൻസ് നോക്കാം. 1.20 മോളാർ, 1.56 മോളാർ, 1.67 മോളാർ, 1.32 മോളാർ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. ഡെൻസിറ്റി എന്ന് പറയുന്നത് 1.28 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട മൊളാലിറ്റി ആണ്. മൊളാലിറ്റി ചോദിക്കുമ്പോൾ മൊളാലിറ്റി ഡെഫിനിഷൻ അറിയുക. മൊളാലിറ്റി ഈക്വൽസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സോൾവെന്റ് ഇൻ കിലോഗ്രാം. മാസ് ഓഫ് ദ സോൾവെന്റ്. സോ സോൾവെന്റിന്റെ മാസ് നമുക്ക് വേണം. സോൾവെന്റിന്റെ മാസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇതിന് വഴിയുണ്ടോ? സോൾവെന്റിന്റെ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സൊല്യൂഷന്റെ മാസ് കണ്ടുപിടിക്കണം. സൊല്യൂഷന്റെ മാസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? സൊല്യൂഷൻ ഡെൻസിറ്റി ഉണ്ട്, സൊല്യൂഷൻ വോളിയം വേണം. സൊല്യൂഷൻ വോളിയം എന്താണ്? ഉണ്ടോ വോളിയം? ഇതാണ് 2 മോളാർ എന്ന് പറയുമ്പോൾ എന്താണ് സൊല്യൂഷൻ? വോളിയം ഓഫ് സൊല്യൂഷൻ 1 ലിറ്റർ. അങ്ങനെ തന്നെ മൊളാലിറ്റി ഡെഫിനിഷൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും? വോളിയം ഓഫ് സൊല്യൂഷൻ കിട്ടും. എന്താണ്? 1 ലിറ്റർ. ഓക്കെ, 1 ലിറ്റർ ആണ് വോളിയം. അങ്ങനെയാണെങ്കിൽ മാസ് നമുക്കറിയാം ρ is equal to m by v. അങ്ങനെയാണെങ്കിൽ m is equal to ρ into v. So 1.28 into volume 1 liter. This means 1000 milliliter. കാരണം ഇത് കിടക്കുന്നത് മില്ലിലിറ്റർ ആണ്, സെന്റിമീറ്റർ മില്ലിലിറ്റർ ആണ്. സോ ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 1280 gram. m is equal to 1280 gram എന്ന് കിട്ടും. ഞാൻ ബാക്കി മാറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 1280 gram ആണ് മാസ് ഓഫ് ദി സൊല്യൂഷൻ. ഞാൻ എഴുതുകയാണ് മാസ് ഓഫ്
solution equals 1280 gram. ഇനി മാസ് ഓഫ് സൊല്യൂട്ട് വേണം. ഉണ്ടോ? മാസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് എന്ത് വേണം? നമ്പർ ഓഫ് മോൾസ് വേണം, മോളാർ മാസ് പറഞ്ഞിരിക്കണം. നമ്പർ ഓഫ് മോൾസ് 2m. So 2 into molar mass of sodium hydroxide 23 plus 1 24 plus 16 40. So 2 into 40 which gives 80 എന്ന് കിട്ടും. എന്താണ്? mass of solute 80 gram. അങ്ങനെയാണെങ്കിൽ therefore mass of solvent equals 1280 minus 80, which is equal to 1200 gram. 1200 gram എന്ന് കിട്ടും mass of the solvent. അപ്പോൾ നമുക്ക് ഏതാണ്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി മോളാരിറ്റി ഡെഫിനിഷൻ പ്രകാരം മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് കൺവെർട്ട് ചെയ്യാം. ഡിവൈഡ് ബൈ 1000 1 2 3 1.2 കിലോഗ്രാം 1.2 kilogram. Number of moles of solute, molality. Number of moles of solute 2 divided by mass of the solvent in kilogram 1.2. This is equal to decimal place matter 20 divided by 12. 20 divided by 12 ചെയ്യുമ്പോൾ നമുക്ക് 1.67 എന്ന് കിട്ടും. 1.67 ധാരാളമാണ്. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ, ആറാമത്തെ ചോദ്യം ഇതാണ്. 6.02 into 10 raised to 20 molecules of urea present in 100 ml of its solution. അതായത് 100 ml യൂറിയ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ 6.02 into 10 raised to 20 molecules ആണ് അടങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ the concentration of solution, ആ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എത്രയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 0.001 മോളാർ, 0.1 മോളാർ, 0.02 മോളാർ, 0.01 മോളാർ. നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ സാധാരണ നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് എത്ര കിട്ടുന്നുവോ അതിനെ അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. നമുക്കത് എഴുതാം. നമ്പർ ഓഫ് മോളിക്യൂൾസ് which is equal to number of moles into Avogadro number, the concentration. Okay, the number of molecules ഇവിടെ ഉണ്ട്. എത്രയാണ്? 6.02 into 10 raised to 20 is equal to number of molecules നമുക്ക് അറിയില്ല into Avogadro number Na. So therefore number of molecules small n is equal to 6.02 into 10 raised to 20 divided by 6.02 into 10 raised to 23. So 6.02 cancel each other. 10 raised to 20 minus 23. So 10 raised to minus 3. 10 raised to minus 3 എന്ന് പറയുന്നത് 0.001. ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇവിടെ ഓപ്ഷന്റെ കാണും, പക്ഷേ ശരി ഉത്തരം ആയിട്ടില്ല. നമുക്ക് 0.07 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആയതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ എന്താണ്? കോൺസെൻട്രേഷൻ. സോ നമ്പർ ഓഫ് മോൾസ്, ഇത് മൊളാരിറ്റി തന്നിരിക്കുന്നത്. സോ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം?
നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് 0.001 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ നമുക്കറിയാം 100 ml ആണ്. 100 ml. ഇനി 100 ml നെ ലിറ്ററാക്കുമ്പോൾ ഡിവൈഡഡ് ബൈ 1000. ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത് മുകളിലോട്ട് പോകും അല്ലേ. 0.001 into 1000 divided by 100. 0 cancel. എന്ത് കിട്ടും? 0.01. മൊത്തം സീറോയുടെ കളിയാണ്. സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഉത്തരമേ തെറ്റിപ്പോകും. സോ 0.01 ആണ് ഇവിടെ പ്രോഗ്രസ്. ഓപ്ഷൻ ഡി 0.01. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഏഴാമത്തെ ചോദ്യം, volume of carbon dioxide obtained by the complete decomposition of 9.85 gram of barium carbonate is. അതായത് ബേരിയം കാർബണേറ്റ് എന്ന സംയുക്തത്തെ കംപ്ലീറ്റ് ആയിട്ട് ഡീകമ്പോസിഷൻ ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം എന്താണ് ലഭിക്കുന്നത്. ബേരിയം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ബേരിയം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും. ഇനി 9.85 ഗ്രാം ബേരിയം കാർബണേറ്റ് ആണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ വോളിയം എത്ര എന്നാണ് ചോദ്യം. സിമ്പിൾ ആയിട്ട് ഉത്തരം ചെയ്യാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബേരിയം കാർബണേറ്റിന്റെ ഡീകമ്പോസിഷൻ ആ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. BaCO3 upon heating gives BaO, barium oxide plus CO2. ഓക്കെ, ഇവിടെ ഇത് എഴുതുമ്പോൾ തന്നെ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ് അല്ലേ. ഒരു കാർബൺ, 3 ഓക്സിജൻ, ഒരു ബേരിയം. ഓക്കെ, ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. നമുക്ക് ഇതിന്റെ കണക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. ഇനി നമുക്കിവിടെ ബേരിയത്തിന്റെ അറ്റോമിക് മാസ് തന്നിട്ടില്ല. അത് നമ്മൾ ഒന്ന് ഓർത്തിരുന്നത് നല്ലതായിരിക്കും. ബേരിയത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 137, 137 ആണ് ബേരിയത്തിന്റെ അറ്റോമിക് മാസ്. അപ്പോ നമുക്ക് ഇതിന്റെ മാസ് കണ്ടുപിടിക്കാം. 137 137 16 into 3 48 കാർബൺ 12 ചെയ്യുമ്പോൾ 197 എന്ന് വരും മോളാർ മാസ്. ബേരിയം നോക്കുക. ബേരിയം 137 പ്ലസ് ഓക്സിജൻ 137 പ്ലസ് 16 153. കാർബൺ ഡൈ ഓക്സൈഡ് 44. ഇതാണ് നമുക്ക് അതിന്റെ മൂന്നിന്റെയും മോളാർ മാസ് ആണിത്. നമുക്ക് വേണമെങ്കിൽ ഗ്രാം എന്നൂടെ എഴുതാം. ഓക്കെ, ഇനി ഗിവൺ മാസ്, ഇത് നമുക്ക് മോളാർ മാസ് ആണ്. ഇനി ഗിവൺ മാസ് നമുക്ക് 9.85 ആണ്. 9.85 ഗ്രാം ആണ് ബേരിയം കാർബണേറ്റ്. അപ്പോ 9.85 ഗ്രാം എങ്കിൽ ഇത് ഗിവൺ മാസ്, ഇത് ഗിവൺ മാസ്, ഇത് മോളാർ മാസ്. അപ്പോൾ ഗിവൺ മാസ് മോളാർ മാസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ സ്മോൾ n is equal to 9.85 divided by 197. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 0.05 എന്ന് വരും. 0.05. ഓക്കെ, അപ്പോൾ 0.05 മോളാണ് നമുക്ക് ഇവിടെ വരുന്ന ചേഞ്ച്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം 44 ഗ്രാം. 44 ഗ്രാം എന്ന് പറയുന്നത് മോളാർ മാസ് ആണ്. നമുക്കിവിടെ ചോദിച്ചിരുന്നത് വോളിയത്തിലാണ്. അപ്പൊ നമുക്ക് മാസ് അല്ല വേണ്ടത്. ഇത് ഒരു മോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ 44 ഗ്രാം എങ്കിൽ ഒരു മോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വോളിയം എത്രയാണ്? മോളാർ വോളിയം 22.4 ലിറ്റർ ആണ്. 22.4 ലിറ്റർ ആണ്. നമ്മളിവിടെ
മോളാർ മാസിനെ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഗിവൺ മാസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ മോളാർ വോളിയത്തെ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഗിവൺ വോളിയം കിട്ടും. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈസി ആയിട്ട് ചെയ്യാം. 22.4 into 0.05. ഇതാണ് ഫൈനൽ സ്റ്റെപ്പ്. 22.4 ലിറ്റർ into 0.05 ചെയ്യുമ്പോൾ നമുക്ക് 1.12 എന്ന് വരും. 1.12 ലിറ്റർ. ഇത് ചെയ്യാൻ എളുപ്പമല്ലേ? ഇവിടെ 5 മാത്രമേ ഉള്ളൂ. മൾട്ടിപ്ലൈ ചെയ്യുക, ഡെസിമൽസിന്റെ മാത്രം മാർക്ക് ചെയ്ത് നമുക്ക് 1.12 എന്ന് കിട്ടും. അപ്പൊ 1.12 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എട്ടാമത്തെ ചോദ്യം, 4 moles of ammonia plus 5 moles of oxygen gives 4 moles of nitric oxide plus 6 moles of water. When 1 mole of ammonia and 1 mole of oxygen are made to react to completion, all the oxygen will be consumed, 1 mole of nitric oxide will be produced, 1 mole of water is produced, all the ammonia will be consumed. Question എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, 4 moles of ammonia plus 5 moles of oxygen gives 4 moles of nitric oxide plus 6 moles of water. ചോദ്യം എന്ന് പറയുന്നത്, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റിയാക്ടൻസ് ആയ അമോണിയയും ഓക്സിജനും ഓരോ മോൾ വീതം എടുത്തിരിക്കുകയാണെങ്കിൽ, ഒരു മോൾ അമോണിയ, ഒരു മോൾ ഓഫ് ഓക്സിജനും റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ആയി കഴിഞ്ഞാൽ, താഴെ പറയുന്ന ഓപ്ഷൻസിൽ ഏതാണ് ശരി ഉത്തരം എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ, എല്ലാ ഓക്സിജനും കൺസ്യൂം ചെയ്ത് കഴിയും, ഒരു മോൾ നൈട്രിക് ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു മോൾ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും, എല്ലാ അമോണിയയും കൺസ്യൂം ചെയ്ത് കഴിയും. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്ന ഭാഗം നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരുപാട് ഡൗട്ടുകളും സംശയങ്ങളും ഒക്കെ കൂട്ടുകാർക്ക് ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് ലിമിറ്റിംഗ് റിയേജന്റ്. എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന റിയേജൻസിൽ ഏറ്റവും മിനിമം എമൗണ്ട് ഉള്ളതും അവ റിയാക്ഷനിൽ എത്രയും പെട്ടെന്ന് തന്നെ കൺസ്യൂം ആയി കഴിയുകയും ചെയ്യുന്നവയാണ് ലിമിറ്റിംഗ് റിയേജന്റ്. അതായത് ലിമിറ്റിംഗ് റിയേജൻസ് ആർ reagents which are lesser in amount and that are completely consumed during a chemical reaction. നമുക്ക് ഈ തന്നിരിക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഏത് റിയേജന്റ് ആണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് കണ്ടുപിടിക്കാം. അതിനായിട്ട് ഞാൻ ഈ ഇക്വേഷൻ ഇവിടെ റൈറ്റ് സൈഡിൽ ചെറുതായിട്ട് എഴുതുകയാണ്. ശ്രദ്ധിച്ചോളൂ. 4 moles of ammonia plus 5 moles of oxygen gives 4 moles of nitric oxide plus 6 moles of water. ഇനി 1 mole of ammonia and 1 mole of O2 എന്നാണ് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. 1 mole of ammonia ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. ഇവിടെ 4 മോൾ അമോണിയ നമുക്കുണ്ട്. സോ 1 മോൾ ആക്കാൻ എന്ത് ചെയ്യണം? ത്രൂ ഔട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് ഇവിടെ 4/4. 1 മോൾ ഓഫ് അമോണിയ 1 mole of ammonia plus 5 divided by 4, 5/4 oxygen, 5/4 O2 gives 4/4 1. Okay, plus 6/4 H2O
നമുക്ക് വേണ്ട. ഓക്കെ, താഴെ തന്നെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഇക്വേഷൻ നമ്മൾ ത്രൂ ഔട്ട് 4 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 mole of ammonia plus 5/4 moles of oxygen gives 1 mole of NO plus 6/4 moles of water. ശ്രദ്ധിക്കേണ്ടേ, 1 mole അമോണിയ എടുത്തപ്പോൾ 5/4 moles of oxygen, അതായത് 1 point something വരും, which is greater than 1. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. ഈ ഇക്വേഷൻ ഞാൻ ഓക്സിജൻ 1 mole എടുക്കുകയാണെങ്കിൽ 1 mole ഓഫ് ഓക്സിജൻ എടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ ത്രൂ ഔട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 4/5 NH3 plus 5/5, so 1 mole of O2 gives 4/5 NO plus 6/5 H2O. നോക്കുക, 1 mole ഓഫ് ഓക്സിജൻ എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് 4/5? എന്തായാലും 1 അല്ല, 1 താഴെയാണ്, 0 point something വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പൊ നോക്കുക, 1 mole ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ 1 mole അമോണിയ പോലും കൺസ്യൂം ആകുന്നില്ല. ഇനി 1 mole ഓക്സിജൻ എടുത്താലോ, 1 mole അമോണിയ എടുത്താലോ 1 മോളിനേക്കാളും കൂടുതൽ ഓക്സിജൻ കൺസ്യൂം ആകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റ് ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യുകയും ചെയ്യുന്നു. ഓക്സിജന്റെ അളവ് എവിടെ തീരുന്നുവോ അവിടെ ഈ റിയാക്ഷൻ സ്റ്റോപ്പ് ആകുന്നു. സോ ഓപ്ഷൻ കണ്ടോ നമുക്ക്? യെസ്, all the oxygen will be consumed. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ബാക്കി 3 അല്ല. ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, ബാക്കി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാര്യം നമുക്ക് സമയം വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, 9ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 9ാമത്തെ ചോദ്യം, the amount of zinc required to produce 224 ml of hydrogen at STP on treatment with dilute H2SO4 will be. നമ്മൾ കുഞ്ഞുനാളെ പോലെ പഠിക്കുന്നതാണ്. All metals react with acids to liberate hydrogen gas. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 224 ml ഉള്ള ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഡൈലൂട്ട് H2SO4 നമ്മൾ ആഡ് ചെയ്യേണ്ട സിങ്കിന്റെ അളവാണ്. അപ്പോൾ നമുക്ക് സ്റ്റോയിയോമെട്രിക് ഇക്വേഷൻ എഴുതാം പഴയതുപോലെ തന്നെ. സിങ്ക് പ്ലസ് H2SO4 gives ZnSO4 plus H2. ഓക്കെ, സിങ്കിന്റെ അറ്റോമിക് വെയിറ്റ് നമ്മൾ അറിഞ്ഞിരിക്കുക, നമുക്ക് തന്നിട്ടില്ല. സിങ്കിന്റെ അറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത് 65 ആണ്, 65 ഗ്രാം ആണ്. സിങ്കിന്റെ അറ്റോമിക് വെയിറ്റ് 65 ഗ്രാം. നമുക്ക് H2SO4 അറിയേണ്ട ഹൈഡ്രജൻ നമുക്ക് അറിയണം. ഹൈഡ്രജൻ ഇവിടെ നമ്മൾ തന്നിരിക്കുന്നത് മാസ് അല്ല, വെയിറ്റ് അല്ല, വോളിയം ആണ്. 224 ml വോളിയം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഇവിടെ 1 മോൾ ഹൈഡ്രജൻ ആണ്. 1 മോൾ ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജന്റെ മോളാർ വോളിയം എത്രയായിരിക്കും? 22.4 ലിറ്റർ ആണ്. ഇവിടെ ഉള്ളതോ ml ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ml ലേക്ക് മാറ്റി നോക്കാം. ml ലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്ത് വരും? ഇതിന് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1, 2, 3. ഓക്കെ, ml. ഓക്കെ, ഇതാണ് ml. അപ്പോ ഈ ml ഈ ഇത്രയും കാണുന്ന ഈ ml, അതായത് 22,400 നമുക്ക് 224 ആക്കാൻ
ഡിവൈഡ് ബൈ 1000 ചെയ്താൽ മതി, സോറി ഡിവൈഡ് ബൈ 100 ചെയ്താൽ മതി. അപ്പോൾ സെയിം ഓപ്പറേഷൻ നമുക്ക് ഇവിടെ ചെയ്യണം. എന്ത് ചെയ്യണം? 65 ഗ്രാം നമുക്ക് എത്ര മാസ് ആകുമെന്ന് കണ്ടുപിടിക്കാൻ ഡിവൈഡ് ബൈ 100 ചെയ്താൽ മതി. സോ 65 ഡിവൈഡ് ബൈ 100 0.65 ഗ്രാം. കണ്ടോ? ചുരുങ്ങിയ സ്റ്റെപ്സേ ഉള്ളൂ, കോംപ്ലിക്കേറ്റഡ് സ്റ്റെപ്സ് ഒന്നുമില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് കിട്ടി. 65 ഗ്രാം നമുക്ക് 0.65 കൊണ്ടുപോകട്ടെ. 0.65 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 0.65 ഗ്രാം ആണ് ഉത്തരം. ഓക്കെ, 10ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. At STP, the density of CCl4 vapor in gram per liter will be nearest to. ഒന്നും തന്നിട്ടില്ല, ഒരു വാല്യൂ തന്നിട്ടില്ല. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണെങ്കിൽ, കണ്ടീഷൻസ് ആണെങ്കിൽ കാർബൺ ടെട്രാക്ലോറൈഡിന്റെ ഡെൻസിറ്റി എന്തായിരിക്കും എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓപ്ഷൻസ് എന്തൊക്കെയുണ്ട്? 6.87, 3.42, 10.26, 4.57. അപ്പോൾ ഒരു വാല്യൂ തന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്ക് ആദ്യം അറിയാത്ത കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മളൊരു അപ്രോച്ച് ചെയ്യാൻ പോവുകയാണ്, ശ്രദ്ധിക്കുക. ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. റോ ഈസ് ഈക്വൽ ടു എം ബൈ വി. സംശയമില്ല ആർക്കും. എം നമുക്ക് നോക്കാം. എം എന്താണ്? കാർബൺ ടെട്രാക്ലോറൈഡിന്റെ മോളാർ മാസ് 12, കാർബൺ 12 പ്ലസ് ക്ലോറൈഡ് 35.5 into 2 ചെയ്യുമ്പോൾ 71, വീണ്ടും രണ്ടെണ്ണം ഉണ്ട് 71. സോ 12 plus 71 plus 71 ഗ്രാം മോൾ ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ വോളിയം. എന്ത് ചെയ്യും? വോളിയം നമുക്ക് ഒരു മോൾ ഗ്യാസിൽ 22.4 ലിറ്റർ നമുക്കറിയാം അല്ലേ? 22.4 ലിറ്റർ. എന്തിനാണ് ഒരു ഇത്രയും ലിറ്റർ വരുന്നത്? ഒരു മോളിൽ. സോ ലിറ്റർ മോൾ ഇൻവേഴ്സ്. ശരിയായില്ലേ? മോൾ ഇൻവേഴ്സ് ക്യാൻസൽ ചെയ്ത് പോകും. സോ ദിസ് മെത്തേഡ് ഈസ് വെരി യൂസ്ഫുൾ. ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ആൻസർ നമുക്ക് ഇവിടെ കിട്ടുന്നത് 6.875 ഗ്രാം പെർ ലിറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ ഉണ്ടോ? 6.87 ഉണ്ട്. 6.87 ഉണ്ട്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. ഒന്നുമില്ല, നമ്മൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എടുക്കുന്നു. അവിടെ നമ്മൾ മോളാർ മാസ് ചെയ്യുന്നു, ഗ്രാം മോൾ ഇൻവേഴ്സ് ചെയ്യുന്നു. അതുപോലെ വോളിയം മോളാർ വോളിയം എടുക്കുന്നു. സോ ലിറ്റർ മോൾ ഇൻവേഴ്സ് എടുക്കുന്നു. അങ്ങനെ മോൾ ഇൻവേഴ്സ് ക്യാൻസൽ ചെയ്യുമ്പോൾ ഗ്രാം പെർ ലിറ്ററിൽ നമുക്ക് ഡെൻസിറ്റി വാല്യൂ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, 11ാമത്തെ ചോദ്യം. Molality of liquid HCl if density of solution is 1.17 gram centimeter cube is. അതായത് ലിക്വിഡ് HCl ഡെൻസിറ്റി എന്ന് പറയുന്നത് 1.17 ഗ്രാം സെന്റിമീറ്റർ ക്യൂബ് ഇൻവേഴ്സ് ആണെങ്കിൽ ആ സൊല്യൂഷൻ, ആ ലിക്വിഡ് HClന്റെ മൊളാലിറ്റി ആണ് ചോദിക്കുന്നത്. മൊളാലിറ്റി. നമുക്ക് മൊളാലിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? മൊളാലിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് moles of solute, number of moles of solute divided by volume of solution in liters. volume നമുക്ക് ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. number of moles of solute എന്ന് പറയുന്നത് HCl ആണ്. HCl ന്റെ number of moles എങ്ങനെ കാണുന്നത്? given mass divided by molar mass. so given mass എത്രയാണ് ഇവിടെ? 1.17 ആണ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ക്ലോറിൻ 35.5 പ്ലസ് 1 ചെയ്യുമ്പോൾ 36.5. ഓക്കെ, ഇത് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ 1 ml ആണ്. കാരണം ഇവിടെ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്
സോ 1. ഇനി ml നമ്മൾ L ആക്കി മാറ്റണം. ലിറ്റർ ആകുമ്പോൾ ഡിവൈഡ് ബൈ 1000. സോ 1000 മുകളിൽ പോകും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എങ്ങനെ വരും? 1.17 into 1000 divided by 36.5 എന്ന് വരും. ചെയ്യുമ്പോൾ 32.05 എന്ന് വരും. യൂണിറ്റ് ഉണ്ടോ? മോളാരിറ്റി ആകുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ M കൊടുത്താൽ മതി. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? മോൾ ലിറ്റർ ന്യൂമേഴ്സ്, മോൾ പെർ ലിറ്റർ. സോ മോൾ ലിറ്റർ ന്യൂമേഴ്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ M ഇട്ടാലും മതി. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ ഉണ്ടോ? 32.05. യെസ്, ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു. മോളാരിറ്റി എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ നമുക്ക് ml ആണ് തന്നിട്ടുള്ളത്. അതിന് എഴുതിയിട്ട് നമുക്ക് 1000 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ലിറ്ററിൽ കിട്ടും. ചെയ്യുമ്പോൾ നമുക്ക് 30.05 വരും. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടന്നിരിക്കുകയാണ്. അവസാനത്തെ ചോദ്യം ഇതാണ്. The mass of carbon anode consumed giving only carbon dioxide in the production of 270 kg of aluminum metal from bauxite by the whole process is. അതായത് 270 കിലോഗ്രാം അലുമിനിയം മെറ്റൽ ബോക്സൈറ്റിൽ നിന്ന് ഉണ്ടാകണമെങ്കിൽ, അതായത് ബോക്സൈറ്റ് എന്ന് പറയുന്ന ഓർ അലുമിനിയത്തെ എക്സ്ട്രാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓറാണ്. അതിൽ നിന്ന് നമ്മൾ അലുമിനിയത്തെ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 270 കിലോഗ്രാം അലുമിനിയം മെറ്റൽ നമുക്ക് തരണമെങ്കിൽ അത് എത്ര മാത്രം കാർബൺ ആയിരിക്കും അത് കൺസ്യൂം ചെയ്യുന്നത്? ആനോഡായിട്ട് നമ്മൾ എടുക്കുന്നത് കാർബൺ ആണ്. കാഥോഡിൽ നമുക്ക് അലുമിനിയം റിഡക്ഷൻ സംഭവിച്ച് അലുമിനിയം നമുക്ക് കാഥോഡായിട്ട് കിട്ടും. കാഥോഡിൽ നമ്മൾ അലുമിനിയം കിട്ടും, ആനോഡിൽ നമ്മൾ കാർബൺ വയ്ക്കും. ഇതിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ആനോഡിലെ കാർബൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അത് കുറഞ്ഞു വരുന്നതോറും കാഥോഡിലെ അലുമിനിയം നമുക്ക് ഡെപ്പോസിറ്റ് ആയിക്കൊണ്ടിരിക്കും. അതാണ് അതിന്റെ പിന്നിലെ കെമിസ്ട്രി. അപ്പൊ നമുക്ക് ആ ഒരു ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കുക. ബാലൻസ്ഡ് ഇക്വേഷൻ ആണ് 3C plus 2Al2O3 giving 4 aluminum plus 3CO2. 4 aluminum plus 3CO2. ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. നമുക്ക് നോക്കാം. ഇനി അലുമിനിയത്തിന്റെ മാസ് എന്താണ്? അലുമിനിയത്തിന്റെ മാസ് നമ്മൾ പഠിച്ചിരിക്കുക. കാരണം നമുക്കറിയാം ചില എലമെന്റ്സിന്റെ ഒക്കെ നമ്മൾ കാണാതിരിക്കേണ്ടതായിട്ടുണ്ട്. അലുമിനിയത്തിന്റെ മാസ് എന്ന് പറയുന്നത് 27 ആണ്. 27 ഗ്രാം ആണ് അലുമിനിയത്തിന്റെ മോളാർ മാസ്. 27 ഗ്രാം പെർ മോൾ. ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. ആദ്യം തന്നെ നമുക്കിവിടെ 270 കിലോഗ്രാം അലുമിനിയം നമുക്ക് വേണം. 270 കിലോഗ്രാം അലുമിനിയം ഡെപ്പോസിറ്റ് ആകുന്നു എന്ന് പറയുന്നുണ്ട്. സോ ഗിവൺ മാസ് 270 കിലോഗ്രാം ആണ്. നമ്പർ ഓഫ് മോൾസ് എന്ന് നോക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് അലുമിനിയം 270 കിലോഗ്രാം ആണ്. അപ്പം ഗ്രാമിലോട്ട് മാറ്റുമ്പോൾ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 27. അത് മോളാർ മാസ്. ഇത് ഗിവൺ മാസ്, ഇത് മോളാർ മാസ്. ചെയ്യുമ്പോൾ എന്ത് വരും? 27 ക്യാൻസൽ. സോ 10 റൈസ് ടു 4 ഉണ്ട്. 10 റൈസ് ടു 4 ആണ് നമ്പർ ഓഫ് മോൾസ്. അപ്പോ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 10 റൈസ് ടു 4 ഞാൻ ഇവിടെ ഇങ്ങോട്ട് മാറ്റി എഴുതുകയാണ്. നമ്പർ ഓഫ് മോൾസ് 10 റൈസ് ടു 4 അതോടെ ഇരിക്കട്ടെ. ഞാനതിന് ഈ ഒരു സ്റ്റെപ്പ് ഞാൻ ഇവിടെ മാറ്റുകയാണ്. നമ്മൾ സ്റ്റോഷിയോമെട്രി യൂസ് ചെയ്താണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അലുമിനിയത്തിന്റെ മാസ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 4 ആണ്. നമുക്ക് ആ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് നമുക്ക് 1 ആക്കണം. സോ 1 ആക്കുമ്പോൾ എന്താണ്? 4 ഡിവൈഡ് ബൈ 4 ചെയ്യും. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഈ കാർബണിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യണം. 3/4 ആണ് ഇവിടെ നമ്പർ ഓഫ് മോൾ വരുന്നത്. 1
മോൾ അലുമിനിയം എങ്കിൽ 1 മോൾ അലുമിനിയത്തിന് നടക്കുന്ന റിയാക്ഷൻ 3/4 കാർബൺ ആണ്. ഓക്കെ, ഇത് ഈ സ്റ്റെപ്പ് മനസ്സിലായി വിശ്വസിക്കുന്നു. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് അലുമിനിയം നമുക്ക് കിട്ടിയത് 10⁴ എന്നാണ്. അപ്പോ ഇത് 10⁴ 1 മോൾ ഓഫ് അലുമിനിയം നമുക്ക് 10⁴ ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 10⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സെയിം സ്റ്റെപ്പ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്ത് വരും? 3/4 into 10⁴ ചെയ്യും. 10⁴ 3 ഇവിടെ 10⁴ ചെയ്തു, ഇവിടെ 10⁴ ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടും എന്ത് കിട്ടും? കാർബണിന്റെ മോൾ കിട്ടും, നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാർബണിന്റെ കിട്ടേണ്ട മാസ് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് കാർബണിന്റെ അറ്റോമിക് മാസ് കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാർബണിന്റെ അറ്റോമിക് മാസ് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് മോളാർ മാസ് ആണ്. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് വരും? മാസ് ഓഫ് കാർബൺ കൺസ്യൂംഡ് അല്ലെങ്കിൽ മാസ് ഓഫ് കാർബൺ ആനോഡ് കൺസ്യൂംഡ്. മാസ് ഓഫ് കാർബൺ ആനോഡ് consumed, which is equal to 3/4 into 10⁴ into atomic mass of carbon 12. ചെയ്യുമ്പോൾ cancel out 3, so 9 into 10⁴ എന്ന് വരും. ഇത് ഗ്രാം ആണ്. 9 into 10⁴ ഗ്രാം ആണ്. നമ്മളിതിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇവിടെ 9 1 2 3 4 4 0 വരും ഗ്രാം. അപ്പോൾ 90 കിലോഗ്രാം. 90 കിലോഗ്രാം ഉണ്ടോ? യെസ്, ഇവിടെ കിടക്കും 90 കിലോഗ്രാം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ, സ്റ്റെപ്പ് മനസ്സിലാക്കി വിശ്വസിക്കുന്നു. നമ്മളെല്ലാം ചെയ്തു. ഇവിടെ ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കിട്ടുന്ന ഗ്രാമിൽ നമ്മൾ കിലോഗ്രാമിന്റെ കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിനെ ആസ്പദമാക്കി മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള എൻട്രൻസ് എക്സാമിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമ്മൾ ഇവിടെ സെഷനിൽ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് എല്ലാവരും ഷെയർ ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ നോട്ടിഫിക്കേഷൻസ് ഓൾ എന്ന് കൊടുക്കുന്നതിലൂടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും